എല്ലാ ബഹുമാന്യരായ അധ്യാപകർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ രാജശ്രീ വിനോദ്. സുപ്രീം കോടതി വിധി പ്രകാരം കേട്ടിട്ട് നിർബന്ധമാക്കി ഉത്തരവ് പിൻവലിച്ചു. അധ്യാപക സംഘടനകളുടെ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾക്കൊടുവിൽ സർക്കാർ ഈ ഉത്തരവ് പിൻവലിക്കാൻ പോവുകയാണ്. സർക്കാർ സുപ്രീം കോടതിക്ക് പുനർഹർജി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി വാർത്തകളാൽ സമ്പുഷ്ടമാണ് ഈ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം, അല്ലെ? മീഡിയാസും കൂടി ഈ ഒരു വാർത്ത ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ടും കേട്ടിട്ടിന് നിർണായക തീരുമാനം എന്താകും എന്നുള്ള ആശങ്കയിലാണ് നമ്മൾ ഓരോ അധ്യാപകരും, നിലവിൽ അധ്യാപകരായിരിക്കുന്നവരും. ഇനി പഠിച്ചെഴുതാനുള്ളവരോടൊരു 2 വാക്ക് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇനി കേട്ടിട്ട് എഴുതാൻ അല്ലെങ്കിൽ ഇനിയൊരു PSC എക്സാം എഴുതാനുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കേട്ടിട്ട് എഴുതിയെടുക്കുക. 2012 മുതൽ അധ്യാപകരുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കേട്ടിട്ട് മാനദണ്ഡ പരീക്ഷ എന്ന് പറയുന്നത്. തീർച്ചയായും അധ്യാപകരുടെ ഗുണനിലവാരം മെച്ചപ്പെടും എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ കേട്ടിട്ട് എക്സാം 2012 മുതൽ വർഷാവർഷം 2 വട്ടമായി നടന്നു വരുന്നത്. ഇനി നമ്മുടെ പുതിയ കണ്ടന്റിലേക്ക് വരാം. എന്താണ് സുപ്രീം കോടതി വിധി? നമുക്കറിയാം, സുപ്രീം കോടതി കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം സെപ്റ്റംബർ മാസത്തോടുകൂടി കേട്ടിട്ട് നിർബന്ധമാക്കിയുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കുകയാണ്. സ്വാഭാവികമായിട്ടും സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ട് നിർബന്ധമാണ് എന്നുള്ള ഒരു സംഗതി മുന്നിൽ വന്നു. അങ്ങനെയെങ്കിൽ 2012 മുമ്പ് 2012 മുതലാണ് കേട്ടിട്ട് ക്രൈറ്റീരിയൻ മാനദണ്ഡ പരീക്ഷ യഥാക്രമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 2012 മുമ്പുള്ള അധ്യാപകരെ ഒഴിവാക്കിക്കൂടെ? യഥാക്രമം എനിക്ക് തോന്നുന്നു 2007 വരെയുള്ള അധ്യാപകരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആ കേസിൽ. അതിനുശേഷമുള്ള അധ്യാപകർക്ക് സമയം കൊടുത്തിട്ടുണ്ട് എഴുതാനായിട്ട് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഇത് നിർബന്ധിതമാക്കിയ അവസരത്തിൽ അധ്യാപക സംഘടനകളെല്ലാം തന്നെ അതിന് എതിരെ നിർബന്ധിതമാണോ, ഇനി സർവീസിൽ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു നിബന്ധനയും കൂടെ വന്നു. പക്ഷെ അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, സർവീസിലേക്ക് ഇനിയും 5 വർഷത്തിൽ കൂടുതൽ സർവീസിൽ ഇരിക്കുന്നവർക്ക് കേട്ടിട്ട് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത്, അല്ലെ ബൈ ട്രാൻസ്ഫർ വേണ്ട സമയത്ത് കേട്ടിട്ട് കാറ്റഗറി 3 നിർബന്ധിതമാണ്. നമുക്കറിയാം 2012 മുതൽ തുടങ്ങിയ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും 4 കാറ്റഗറികളാണ്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എന്നിങ്ങനെയാണ് ഉള്ളത്. ഇതിൽ യഥാക്രമം കാറ്റഗറി 1, കാറ്റഗറി 2 എന്നിവ LP UP പരീക്ഷയ്ക്കും കേട്ടിട്ട് കാറ്റഗറി 3 ഹൈസ്കൂൾ പരീക്ഷയ്ക്കും വേണ്ടിയാണ് അധ്യാപക വിദ്യാർത്ഥികൾ എഴുതുക. ഓക്കെ. കേട്ടിട്ട് കാറ്റഗറി 4 എന്ന് പറയുന്ന തയ്യൽ അധ്യാപകർക്ക്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർക്ക്, അറബിക് ടീച്ചർമാർക്ക്, അങ്ങനെ സ്പെസിഫിക് ലാംഗ്വേജ് അധ്യാപകർക്ക്, ഹിന്ദി അധ്യാപകർക്കൊക്കെ എഴുതാനുള്ള ഒരു കാറ്റഗറി ആയിട്ടാണ് കാറ്റഗറി 4നെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് ഒരു കാര്യമുണ്ടായിരുന്നു, കേട്ടിട്ട് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ 2 വേണ്ട എന്നുള്ളൊരു നിബന്ധന വന്നു. പക്ഷേ ഹൈസ്കൂൾ അധ്യാപനത്തിന് K3 തന്നെ വേണം, UPക്ക് K2 തന്നെ വേണം. ഇതൊരു നമുക്കൊരു മാനദണ്ഡമാക്കണം എന്നുള്ള പുതിയ നിയമങ്ങളുടെ കൂടെ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. നിലവിലത്തെ അവസ്ഥ, അതായത് ഇന്ന് ഈ കറണ്ട് സിറ്റുവേഷനിൽ നമുക്കറിയാം, ഗവൺമെന്റ് ഉത്തരവ് മരവിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്ക് പരിഗണനാ ഹർജി നൽകുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ 7ഓളം പുനർഹർജികളാണ് സുപ്രീം കോടതിയിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. അപ്പം റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്, അധ്യാപകരുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മളിപ്പം കണ്ടു, 2012 മുന്നിൽ ജോയിൻ ചെയ്ത അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും കേട്ടിട്ട് നിർബന്ധിതമാക്കി എന്ന് വന്നു. അപ്പൊ സെറ്റ്, MPhil, നെറ്റ്, PhD, MEd ഒക്കെ ഉള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ട് ഇനി വേണോ? കാരണം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഇനി കേട്ടിട്ട് വേണോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പക്ഷേ നിലവിലെ നിയമം അനുസരിച്ച് നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും, എത്ര കാര്യങ്ങൾ സാധുതയുണ്ടെങ്കിലും ആ സാധുതയെല്ലാം തള്ളിക്കൊണ്ട് ഇവയൊന്നും പരിഗണിക്കുന്നില്ല, ഇവയെല്ലാം റദ്ദാക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നതും പുനർഹർജിക്കായി നൽകിയിരിക്കുന്നതും എന്ന് കാണാനായിട്ട് സാധിക്കും.
ഇനി നമുക്ക് ഇന്ന് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം? കേട്ടിട്ട് അധ്യാപകരുടെ യോഗ്യത വിവര ശേഖരണം സർക്കാർ ആരംഭിച്ചു. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കേട്ടറ്റിന്റെ കാര്യത്തിൽ സംസ്ഥാനം റിവിഷൻ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മൾ ഇതിന്റെ പിന്നിൽ നിൽക്കുകയാണ്. കേട്ടറ്റ് വേണയോ വേണ്ടയോ, അല്ലെ സുപ്രീം കോടതിയുടെ തീരുമാനം എന്താകും എന്നുള്ള ഒരു തീരുമാനം അറിയുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗിലാണ്. സംസ്ഥാന സർക്കാർ ഇത് മരവിപ്പിച്ചെങ്കിൽ കൂടിയും പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമാകണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടണം? കൃത്യമായൊരു മറുപടി ലഭിച്ചേ മതിയാകും. വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് ഇനി വെറും 47 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പരിശ്രമിക്കുക. നമ്മൾ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തു, വിധി എന്തുമായിക്കോട്ടെ, നമുക്ക് അനുകൂലമാവാം പ്രതികൂലമാവാം. നിങ്ങൾ എന്ത് ചെയ്യുക? കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഇനി കേട്ടിട്ട് എഴുതിയിട്ടില്ലാത്ത ബഹുമാനരായ അധ്യാപകർ എന്ന് വെച്ചാൽ സർവീസിൽ നിലവിലുള്ള അധ്യാപകരോടാണ്. കേട്ടിട്ട് എന്ന് പറയുമ്പോൾ അതിലെ നെഗറ്റീവ് മാർക്കുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആ നെഗറ്റീവ് മാർക്കുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രമിച്ചാൽ നമുക്ക് എഴുതി നേടാൻ സാധിക്കുന്നതാണ് കേട്ടറ്റ് എക്സാം എന്നുള്ളത് കൂടി നിങ്ങളുടെ മൈൻഡിൽ ഞാൻ വിനീതമായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ അറിയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അധ്യാപകരുടെ യോഗ്യതാ വിവര ശേഖരണം ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ്. അപ്പൊ റിവിഷൻ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ പെർഫോമ അയച്ചു കൊടുക്കുകയാണ്. അതില് വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2026 ജാനുവരി 1 വരെയുള്ള അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങളാണ് അതിൽ രേഖപ്പെടുത്തേണ്ടത് എന്നാണ് പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത്. 1-5 ക്ലാസ്സുകൾ, 6-7 ക്ലാസ്സുകൾ, 8-10 ക്ലാസ്സുകൾ എന്നിങ്ങനെ 3 വിഭാഗം, യഥാക്രമം LP, UP, ഹൈസ്കൂൾ, ഈ വിഭാഗത്തിലുള്ള അധ്യാപകരുടെ വിവരങ്ങളാണ് ഉടൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് ഇവർ വിവരശേഖരണം നടത്തുന്നത്. അതിൽ 1-5 ക്ലാസ്സുകൾ, 6-7 ക്ലാസ്സുകൾ, 8-10 ക്ലാസ്സുകൾ എന്നിങ്ങനെ 3 വിഭാഗം, LP, UP, ഹൈസ്കൂൾ എന്നീ വിഭാഗത്തിലാണ്. അധ്യാപകരെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും 1, 2, 3, 4, 5, 6, 7, 8 കാറ്റഗറികളിലായിട്ട്, യഥാക്രമം 21 മുതൽ 25 വയസ്സ് വരെ, 26, 30 വയസ്സ്, 31, 35 വയസ്സ്, 36, 40 വയസ്സ്, 41, 45, 46, 50, 51, 55, 56, 60 എന്നീ വിഭാഗങ്ങളിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ 2011 ജൂണിന് മുമ്പ് ശേഷവും സർവീസിൽ കയറിയവർ, 2011 ജൂൺ 1 മുൻപ് സർവീസിൽ കയറിയവരിൽ കേട്ടിട്ടുള്ള വിഭാഗം എന്നിങ്ങനെ, 2012 മാർച്ച് 31 സർവീസിൽ കയറിയവർ, ടെറ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ, ഈ കാലാവധിക്ക് ശേഷം കയറിയവരും, എന്നാൽ സെറ്റ്, നെറ്റ്, PhD, MPhil, MEd എന്നീ ക്വാളിഫിക്കേഷൻ ഉള്ളതിനാൽ എന്താണ് കേട്ടറ്റിൽ നിന്ന് ഒഴിവാക്കിയ അധ്യാപകർ, ഇങ്ങനെ പല കാറ്റഗറിയിലായിട്ടാണ് വിവരശേഖരണം നടത്തുന്നത്. ഇതേ കാലാവധിക്ക് ശേഷം, അതായത് 2012 ശേഷം സർവീസിൽ കയറിയവർ, ആശ്രിത നിയമിതർ, സർവീസിൽ കയറി തസ്തിക നഷ്ടമായ ശേഷം തിരിച്ചു വന്നവർ, അതായത് സ്കൂളുകളിലെ കുട്ടികളുടെ കുറവ് മൂലം മാറി നിന്ന് വീണ്ടും തിരിച്ചു വന്നവർ, ഇവരൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്ന. ടെറ്റ് നിർബന്ധിതമാണെന്ന് സുപ്രീം കോടതി നിയമം വന്നപ്പോൾ അതിൽ ഉൾപ്പെട്ട് വന്നിട്ടുള്ള അധ്യാപകർ എന്ന് പറയുന്നത് ഈ അധ്യാപകരാണ്. ഇങ്ങനെ പല വിഭാഗം, എല്ലാവരും കേട്ടിട്ട് എന്നുള്ള പരിധിയിലേക്ക് വന്നു. ഓക്കെ, മുൻപ് 2007 വരെ എന്നുള്ളതായിരുന്നു കേട്ടറ്റിന്. 2007 ശേഷം 2012 വന്ന കേട്ടറ്റ് മാനദണ്ഡം എഴുതണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു നിയമം വന്നതിന് ശേഷം എല്ലാ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരും കേട്ടറ്റ് നേടണം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കയറി വരികയാണ്. വിരമിക്കാൻ 5 വർഷത്തിന് മേലെ സർവീസിലുള്ളവരും എന്താണ് നിർബന്ധിതമായി യോഗ്യതാ പരീക്ഷ നേടിയിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 2 വർഷമാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ യോഗ്യത നേടണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് എഗനസ്റ്റ് ആയിട്ടാണ് സുപ്രീം കോടതിയിൽ റിവിഷൻ ഹർജി സർക്കാർ പോയിട്ടുള്ളത്. എന്താണ് നമുക്ക് കണ്ട് നോക്കാം, വെയിറ്റ് ചെയ്യാം. അനുകൂലമായൊരു വിധി വരട്ടെ. അപ്പൊ 2012 മാർച്ച് 31 മുമ്പ് സർവീസിൽ പ്രവേശിച്ച അധ്യാപകരെ കേട്ടറ്റ് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് സർക്കാരിന്റെ വാദം. അതോടൊപ്പം തന്നെ PhD, നെറ്റ്, സെറ്റ് മുതലായ അധികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള അധ്യാപകരെയും ഇതിൽ നിന്ന് ഒഴിവാക്കണം. കൂടാതെ 2011 മുമ്പ് സർവീസിൽ കയറി വീണ്ടും മാറി നിന്നതിന് ശേഷം വീണ്ടും സർവീസിൽ തിരിച്ചു വന്നവരുടെ കാര്യവും കൂടി വ്യക്തമായി പറയണം, അല്ലെങ്കിൽ വ്യക്തമായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഇവിടെ
പറയുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് മരവിപ്പിച്ചു എന്നതിലുപരി സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു എന്നതിലുപരി എന്തിലേക്ക് പോയിട്ടുണ്ട്? ഹർജിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഹർജിയുടെ ബാക്കി 6ഓളം ഹർജികൾ കിട്ടിയിട്ടുണ്ട് സുപ്രീം കോടതിക്ക്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. എനിവേ, നല്ല ഒരു തീരുമാനമാവട്ടെ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് എല്ലാ അധ്യാപകർക്കും അനുകൂലമായൊരു വിധി വരട്ടെ. എന്നിരുന്നാലും ഞാനൊന്ന് പറയുകയാണ്, ഈ കേട്ടറ്റ് ആസ്പിരൻസ് കുറച്ച് നാളുകളായി കേട്ടറ്റിന് ട്രെയിനിങ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ അധ്യാപകരോടായി പറയുകയാണ്, കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ബാലികേറാമലയല്ല. അതിന് നെഗറ്റീവ് മാർക്കുകളൊന്നും തന്നെ ഇല്ല. വിധി വരട്ടെ, വിധി വന്നുകൊള്ളട്ടെ, വിധി അനുകൂലമാവട്ടെ. എന്നിരുന്നാലും കേട്ടറ്റിന് വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുക. കാരണം കേട്ടറ്റ് എന്ന് പറയുന്നത് നമുക്ക് എഴുതിയെടുക്കാൻ ഒരു 10 ക്ലാസ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തെ കഷ്ടപ്പാടുകൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിർത്തുകയാണ് ഇവിടെ. പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി ഇനിയും എത്തും. അപ്പോൾ എന്തായാലും സുപ്രീം കോടതി വിധി നമ്മുടെ കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും അനുകൂലമായി വരട്ടെ. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം, അതും നിങ്ങൾ ശ്രമിക്കുക. പരിശ്രമത്തിലൂടെ തന്നെ കേട്ടിട്ട് നേടാൻ നിങ്ങൾ ഓരോ അധ്യാപകർക്കും, ഇത് ശ്രവിക്കുന്ന ഓരോ അധ്യാപകർക്കും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.